ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ഇൻ വോഗ്. ഇതുപോലത്തെ ജ്വല്ലറി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കുറച്ച് കാലമായിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഓക്സിഡൈസ് സിൽവർ ജ്വല്ലറി. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് നോക്കിയാലോ. ഇത് ഞാൻ ഹോം മെയ്ഡ് ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കാം ഈസി ആയിട്ടെന്നുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു ബേസ് വേണം. അപ്പോൾ അതിനിങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസിബിൾ പാത്രങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു പേപ്പർ കഷ്ണം ആയാലും മതി. ഇൻവിറ്റേഷൻ കാർഡിൻ്റെയൊക്കെ പോലത്തെ ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ആയാലും മതി. പിന്നെ ഒരു സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് 2 സർക്കിൾ വേണം. അപ്പോൾ 2 സൈസിൽ ഞാൻ 2 സാധനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് ഇഷ്ടമുള്ള സൈസിൽ അങ്ങ് എടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് സൈസിലാണോ നമ്മുടെ ഇയറിങ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, കമ്മൽ എത്ര വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ റിംഗ് ഷേപ്പ് എന്ന് പറയുമ്പോൾ നടുക്കത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ്, ആ പാത്രത്തിൻ്റെ അടപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ലിറ്റ് ഇട്ടിട്ട് സിസേഴ്സ് കൊണ്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെൻ നൈഫൊക്കെ വെച്ചിട്ട് വരച്ച് നടുഭാഗം കട്ട് ചെയ്ത് മാറ്റാൻ ഈസി ആയിരിക്കും. അപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല, നമുക്കിങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ആയതുകൊണ്ട് അതിന് ഇങ്ങനത്തെ ഒരു റിംഗ് ആയിട്ടാണ് വേണ്ടത്. നടുക്ക് ഓട്ടയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ശരിക്കുള്ള ജ്വല്ലറി പോലത്തെ ലുക്കിൽ, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കിതുപോലത്തെ അതിൻ്റെ ഇയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റഡ് വേണമല്ലോ. അപ്പോൾ അത് പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട്, ചൂടാക്കിയിട്ടാണ് ഒന്ന് ഹോൾട്ട് കൊടുക്കുന്നത്. ഇത് പേപ്പറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഒരു പിന്നുകൊണ്ട് എന്തെങ്കിലും ഹോൾ ഇട്ടിട്ട് അതിലൂടെ തുളച്ച് കയറ്റിയാൽ മതി. അപ്പോൾ പിന്നിൽ ഒട്ടിക്കുന്നതിന് പകരം ഇങ്ങനെ കോർത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളിനി ക്ലെയിം ഇതൊക്കെ വെച്ചിട്ട് വരാൻ പോവുമല്ലേ, അപ്പോൾ അതങ്ങനെ നിന്നോളും. അപ്പോൾ ഒത്തിരിയും കൂടെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇപ്പം എൻ്റെ ഫാബ്രിക് ഗ്ലൂ ഇല്ല, അത് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാണ്. പിന്നെ ഈ ഹോം മെയ്ഡ് ക്ലേ ആണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഹോം മെയ്ഡ് ക്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, നല്ല ടെക്സ്ചറിൽ കണ്ടില്ലേ. ശരിക്കും വാങ്ങിക്കുന്ന ക്ലേനേക്കാൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നാറ് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ക്ലേ ആണ്. പലപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന ക്ലേ ഇത്ര നന്നായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ്, 1-2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്ലേ. അത് 2 മെത്തേഡിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള കുറേ നല്ല നല്ല ക്രാഫ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പ്രത്യേക പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുക്കാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ട് വൈറ്റ് ഗ്ലൂ ഈ റിങ്ങിൻ്റെ മുകളിൽ, ഈ ബേസിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടെ. കാരണം ഇത് ക്ലേ അതിൻ്റെ മുകളിലൊന്ന് ഒട്ടി നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുക അങ്ങനെ എടുത്താലും മതി. അതല്ല ഇങ്ങനെ ജസ്റ്റ് മുകളിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ ഗ്ലൂ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ക്ലേ വെച്ചിട്ട്. എന്നിട്ട് വക്കൊക്കെ ഒന്ന് നീറ്റാക്കി, ഉള്ളിലെ സർക്കിളും പുറത്തെ സർക്കിളും നീറ്റാക്കി എടുക്കുക. അപ്പോൾ ഈ ബേസ് ഒന്ന് അത്യാവശ്യം ഈവനായിട്ട് നന്നായിട്ട് വക്കെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഡിസൈൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇന്നർ സർക്കിളിൽ, ആ ഉള്ളിലെ വട്ടത്തിൻ്റെ വക്കിലൂടെ ഒരു ബീഡ്സിൻ്റെ ഒരു ലെയറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബീഡ്സ് എന്ന് പറയുന്നത് എൻ്റെ ബീഡ് ചെയിൻ ആയിട്ടില്ല കേട്ടോ, സെപ്പറേറ്റ് ബീഡ്സ്, ലൂസ് ബീഡ്സ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. അത് ചെയിനായിട്ടാണെന്നുണ്ടെങ്കിൽ വട്ടത്തിലങ്ങ് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റും. ഇത് കുറച്ച് നേരത്തെ പണിയാണ് ഓരോന്നോരോന്നാവുമ്പോൾ. അപ്പോൾ എങ്ങനെയായാലും ഒരു ബീഡ്സിൻ്റെ ലെയർ ഒരു ലെവൽ അത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഗ്ലൂ വെച്ച് ആണ് കൊടുക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഗ്ലൂ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. അപ്പോൾ അത് സർക്കിൾ മുഴുവനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വൃത്തിയിൽ അത്യാവശ്യം നല്ല ഒരു സർക്കിളായിട്ട് കാണുന്ന രീതിയിലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അതിനൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി വീണ്ടും കുറച്ച് ക്ലേ എടുത്തിട്ട് ഒരു സ്ട്രിങ് പോലെയായിട്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നിലത്ത് വെച്ച് ഞാൻ നീളത്തിലൊരു സ്ട്രിങ് ആയിട്ട്
ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് അടുത്ത ഈ ബീഡ്സിൻ്റെ തൊട്ട് നെക്സ്റ്റ് ആയിട്ട് അത് ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഫുൾ സർക്കിളായിട്ട് കൊടുക്കാൻ പോവാണ്. എക്സ്ട്രാ ഉള്ളത് നമ്മൾ വെറുതെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ജോയിൻ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ എന്നിങ്ങനെ രണ്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ജോയിൻ്റ് പ്രത്യേകിച്ച് അറിയാത്ത രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അത് എന്തുണ്ടെങ്കിലും ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ ഒന്നിങ്ങനെ സ്മൂത്താക്കി സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ അത് നീറ്റ് ആയിക്കോളും. പ്രത്യേകിച്ച് ക്ലേ മോഡലിങ്ങിൻ്റെ ടൂൾസ് ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ അങ്ങനെ ടൂൾസും ഇല്ല, ഞാൻ ഉപയോഗിക്കാറും ഇല്ല. ഉള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിലൊരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മുടെ പെന്നിൻ്റെ ഒരു റീഫില്ലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്ത് ആ ഒരു ഹോള് വെച്ചിട്ടാണ് ആ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഡിസൈനൊക്കെ നമ്മൾ ചെയ്ത് അവസാനം കളറൊക്കെ ചെയ്ത് പെയിൻറ് ചെയ്തൊക്കെ വരുമ്പോൾ ശരിക്കും ആ ഒരു മെറ്റാലിക് ജ്വല്ലറിയുടെ അതേപോലത്തെ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക് ഈ ഡിസൈനൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ഡിസൈൻ പാറ്റേൺ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ലെവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ച് ക്ലേ ആവശ്യമുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ലീഫ് ഡിസൈൻസ് ആണ്. അപ്പോൾ ആ ലീഫുകളെല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ ക്ലേ വെച്ചിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ക്ലേ യൂസ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ. ഇത് ഓർത്ത് വെച്ചോളൂ. നമ്മൾ ഇങ്ങനെ ഒരു നൈഫ് കൊണ്ട് ഇങ്ങനെ ഒരേപോലെ ആ കട്ട് ചെയ്തിട്ട് നൈഫിൽ ഒട്ടിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഒട്ടിയിരിക്കുന്ന പീസിൻ്റെ അതേ സൈസിൽ അതേപോലെ നെക്സ്റ്റ് അങ്ങനെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ്, ഈക്വൽ അളവിലായിരിക്കും ആ ഓരോ പോർഷനും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഒരേ സൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഓരോ പോർഷനും വെച്ചിട്ടാണ് ഞാൻ ഓരോ ലീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഈക്വൽ സൈസിൽ മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്ലേ ചെയ്യുമ്പോൾ നമ്മൾ നുള്ളി എടുത്തിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ബോളിൻ്റെയും അളവ് സെയിം ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഒരു സ്ട്രിങ് പോലെ ആക്കി ലെവൽ ചെയ്തെടുത്തിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതിങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടി ഒരറ്റത്തേക്ക് ഇങ്ങനെ ചെരിച്ചുരുട്ടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ടിയർ ഡ്രോപ്പ് പോലത്തെ ഷേപ്പായിട്ട് കിട്ടും. ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ അതിൽ ഞാൻ പെൻ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലീഫിൻ്റെ പാറ്റേൺ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പണി. ലീഫ് റെഡിയായി. ഇനി അറ്റം വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കൂർപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ലീഫ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ലീഫ് ഇനി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. നമുക്ക് ആ ഒരു നമ്മുടെ ഇയറിങ്ങിൻ്റെ ഔട്ടർ ലെയറിൽ കംപ്ലീറ്റ് ഒരു സർക്കിളായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അറൗണ്ട് 20 ഒക്കെ എനിക്ക് ആവശ്യം വന്നു. അപ്പോൾ അത്രയും ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ ലീഫിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്ന പോലെ ബോളായിട്ട് ഉരുട്ടുക കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് ഒരു സൈഡിലേക്ക് ചെരിച്ച് വെച്ച് ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുക, റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടിയർ ഡ്രോപ്പ് പോലെ വരും. അതിനെ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ ലീഫിൻ്റെ ഷേപ്പാവും. എന്നിട്ട് എന്തെങ്കിലും ഒരു ഷാർപ്പായ ടൂള് വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക, നൈഫ് എന്തെങ്കിലും വെച്ചിട്ട്. ഇപ്പോൾ നോക്കി ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്ത ക്ലേ എമൗണ്ട് ആയതുകൊണ്ടാണ് ഇതെല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് കിട്ടിയത്. നമ്മൾ നുള്ളി എടുത്താൽ ചിലപ്പോൾ ഓരോന്നും ഓരോ വലുപ്പമായി പോവും. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം എണ്ണ ഉണ്ടാക്കിയെടുത്തു. അത് ഒരു തലക്കുന്ന് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേ ഓരോന്നും ഉണങ്ങി തുടങ്ങുന്നുണ്ട്. കാരണം ഇത് ഹോം മെയ്ഡ് ക്ലേ ഇത് വേഗം ഉണങ്ങും കേട്ടോ. ശരിക്കും വാങ്ങിക്കുന്നതിനേക്കാൾ സ്പീഡിൽ ഉണങ്ങുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഉള്ളിലേക്കൊക്കെ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. ഏതാണ്ട് ഒരു ദിവസമൊക്കെ എന്തായാലും വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഫുള്ളായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഔട്ടർ ലെയറിലും ഞാൻ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ലീഫ് മുഴുവനായിട്ട് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ടിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേലേക്കൊന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ ഒരു ഡിസൈൻ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലീഫ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കൂർത്ത ടിപ്പ് ഒന്നിങ്ങനെ മേലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ആണ് ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ലീഫെല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ക്ലേ ലെവലൊക്കെ പൊന്തി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി വൃത്തിയാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് നോക്കുക. കാരണം ഉണങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും റീഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് ഒരു ഹാഫ് ഉണക്കമായിട്ടുണ്ട്, പകുതി ഉണങ്ങിയിട്ടുണ്ട്. അതാണ് കളർത്തി വ്യത്യാസം. പിന്നെ ഈ ഹോം മെയ്ഡ് ക്ലേ ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് ഷ്രിങ്ക് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉണങ്ങി കഴിയുമ്പോൾ ഒരേപോലെ സൈസായി കിട്ടിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി അതിനൊരു ബ്ലാക്ക് കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് മുഴുവനായിട്ട്, അതായത് എവിടെയും ക്ലേയോ അല്ലെങ്കിൽ ആ ബീഡ്സോ അത് രണ്ടുമല്ലേ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് എവിടെയും പുറത്ത് അതിൻ്റെ ഒറിജിനൽ കളർ കാണാത്ത രീതിയിൽ മുഴുവനായിട്ട് അതിൻ്റെ കുഴികളും ഡിസൈനും എല്ലാം കവറാവുന്ന രീതിയിൽ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ബ്ലാക്ക് കൊടുത്തു. ഇനി എടുത്തിട്ടുള്ളത് മെറ്റാലിക് സിൽവർ കളറാണ്. അപ്പോൾ അതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തിയതിന് ശേഷം
ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തുടച്ചു കൊടുക്കുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മേലെയുള്ള ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ആ മെറ്റാലിക് സിൽവർ ഫിനിഷ് കിട്ടേണ്ട കാര്യമുള്ളൂ. അതല്ല അതിൻ്റെ കുഴികളിലൊക്കെ എങ്ങനെ തന്നെ പഴയ നമ്മുടെ ബ്ലാക്ക് കളർ തന്നെ കാണും വേണം. എന്നാലാണ് നമുക്ക് ശരിക്കും ആ ഒരു ഓക്സിഡൈസ്ഡ് സിൽവർ ജ്വല്ലറിയുടെ ആ ഒരു ലുക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ബ്രഷ് കൊണ്ട് ഒരിക്കലും കൊടുക്കരുത്. ബ്രഷ് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ കുഴികളിലൊക്കെ സിൽവർ കളർ ഫില്ലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് കുറേ കളർ എടുത്ത് കൊടുക്കാതെ കുറച്ചെടുത്ത് ഇങ്ങനെ കയ്യിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ പരത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെ തുടച്ച് കൊടുക്കുക. അങ്ങനെ 1-2 ലെയർ കോട്ടിംഗ് ആയിട്ട് ഒന്നുണങ്ങിയതിന് ശേഷം ഒരു കോട്ടിങ്ങും കൂടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 റെഡിയാക്കി എടുത്തു. ഇത് കണ്ടാൽ ശരിക്കും പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി തന്നെയാണ്, പക്ഷേ നമുക്കിത് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും, കാരണം അത്ര വെയിറ്റ് ഇല്ല. പക്ഷേ നല്ല ഹാർഡായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ പെയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള പെൻഡൻറ്റ് വരെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ക്ലേ കൊണ്ട് എന്ത് ക്രാഫ്റ്റ് നമ്മൾ ചെയ്താലും നമ്മൾ ആർട്ടിസ്റ്റ് വാർണിഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, ക്ലേ വാർണിഷ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വാർണിഷ് യൂസ് ചെയ്തിട്ട് 1-2-3 കോട്ടിങ് നമ്മൾ ഇത് കൊടുക്കണം. ഇത് മുഴുവൻ ഉടങ്ങിയതിന് ശേഷം മാത്രം കേട്ടോ. എന്നാൽ ഇത് നന്നായിട്ട് കേടുവരാതെ ലാസ്റ്റ് ചെയ്യും, അത് മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതുപോലെ ക്ലേ ക്രാഫ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.